നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇറാൻ യുദ്ധം പുതിയ ഭൗമരാഷ്ട്രീയ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടിരിക്കുന്ന വേളയിൽ ഭാരതത്തിൻ്റെ തന്ത്രപ്രധാന പങ്കാളിയായ UAE-യിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തുന്ന സന്ദർശനം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണ്. മെയ് 15 വെറും 4 മണിക്കൂർ മാത്രം ദൈർഘ്യമുള്ള ഒരു ഹ്രസ്വ സന്ദർശനമാണെങ്കിലും നിലവിലെ ആഗോള സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷയ്ക്കും തന്ത്രപരമായ താൽപ്പര്യങ്ങൾക്കും വലിയ കരുത്ത് പകരുവാൻ ഈ യാത്രയ്ക്ക് കഴിയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇറാൻ യുദ്ധം മൂലമുണ്ടായ ആഗോള അനിശ്ചിതത്വങ്ങൾക്കിടയിൽ മിഡിൽ ഈസ്റ്റിലെ സമാധാനവും സുരക്ഷയും ലക്ഷ്യമിട്ടുള്ള ഭാരതത്തിൻ്റെ നയതന്ത്ര നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനത്തെ ലോകം ഉറ്റുനോക്കുന്നത്. ഭാരതത്തിൻ്റെ ഊർജ്ജ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ UAE വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ്. ക്രൂഡ് ഓയിൽ വിതരണത്തിൽ ഭാരതത്തിൻ്റെ 4ാമത്തെ വലിയ സ്രോതസ്സും LNG, LPG എന്നിവയുടെ വിതരണത്തിൽ 2ാമത്തെ വലിയ സ്രോതസ്സുമാണ് UAE. ഇറാൻ യുദ്ധം മൂലം ഊർജ്ജ വിതരണത്തിൽ ആഗോളതലത്തിൽ തടസ്സങ്ങൾ നേരിടുന്ന സാഹചര്യത്തിൽ ഭാരതത്തിൻ്റെ ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കുക എന്നതിനാണ് ഈ സന്ദർശനത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുൻഗണന നൽകുന്നത്. LPG വിതരണത്തിലും തന്ത്രപ്രധാനമായ പെട്രോളിയം ശേഖരണത്തിലും സഹകരണം ഉറപ്പാക്കുന്ന 2 സുപ്രധാന ധാരണാപത്രങ്ങളിൽ ഈ സന്ദർശന വേളയിൽ ഇരു രാജ്യങ്ങളും ഒപ്പുവെക്കാൻ സാധ്യത ഏറുകയാണ്. പാകിസ്ഥാനും സൗദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ UAE-യുമായുള്ള ഭാരതത്തിൻ്റെ അടുപ്പം പശ്ചിമേഷ്യയിലെ ഭാരതത്തിൻ്റെ സ്വാധീനം നിലനിർത്തുന്നതിൽ നിർണായകമാണ്. തന്ത്രപരമായ പെട്രോളിയം കരുതൽ ശേഖരം വർദ്ധിപ്പിക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് UAE-യുടെ പിന്തുണ ലഭിക്കുന്നത് രാജ്യത്തിൻ്റെ ദീർഘകാല ഊർജ്ജ സുരക്ഷയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. കേവലം 4 മണിക്കൂർ മാത്രം നീളുന്ന ഈ കൂടിക്കാഴ്ചയിലൂടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനുമായി പ്രധാനമന്ത്രി നടത്തുന്ന ചർച്ചകൾ വരും കാലങ്ങളിൽ മിഡിൽ ഈസ്റ്റിലെ സങ്കീർണമായ രാഷ്ട്രീയ സാഹചര്യം നേരിടുവാൻ ഭാരതത്തെ പ്രാപ്തമാക്കും. യുദ്ധഭീതി നിലനിൽക്കുന്ന മേഖലയിൽ സമാധാനപരമായ അന്തരീക്ഷം പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾക്കൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിൻ്റെ സാമ്പത്തികവും ഊർജ്ജപരവുമായ താല്പര്യം സംരക്ഷിക്കുക എന്ന വലിയ ഉത്തരവാദിത്തമാണ് ഈ നയതന്ത്ര യാത്രയിലൂടെ പ്രധാനമന്ത്രി നിർവഹിക്കുന്നത്. മധ്യപൂർവേഷ്യയിലെ രാഷ്ട്രീയ ചതുരംഗക്കളത്തിൽ യുദ്ധത്തിൻ്റെ കാർമികങ്ങൾ ഉരുണ്ടുകൂടിക്കൊണ്ടിരിക്കുന്ന അതീവ ഗുരുതരമായൊരു സാഹചര്യത്തിലൂടെയാണ് ലോകം ഇന്ന് കടന്നു പോകുന്നത്. ഇറാനും UAE-യും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും താഴ്ന്ന നിലയിലെത്തുകയും ഇറാനിലെ തന്ത്രപ്രധാനമായ എണ്ണ കമ്പനികൾക്കും സൈനിക കേന്ദ്രങ്ങൾക്കും നേരെ UAE രഹസ്യമായ വ്യോമാക്രമണങ്ങൾ നടത്തിയെന്ന വാർത്തകൾ പുറത്തുവരികയും ചെയ്തത് മേഖലയെ ഒരു വൻ യുദ്ധത്തിൻ്റെ വക്കിൽ എത്തിച്ചിരിക്കുകയാണ്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി മോദിയുടെ UAE സന്ദർശനത്തിന് കേവലം ഒരു ഉഭയകക്ഷി സന്ദർശനത്തിനുമപ്പുറം ആഗോള രാഷ്ട്രീയത്തിൽ വലിയ മാനങ്ങളുണ്ട്. ഭാരതത്തിൻ്റെ വിദേശ നയത്തിൻ്റെ പക്വതയും ലോകശക്തികൾക്കിടയിൽ ഇന്ത്യക്കുള്ള സ്വീകാര്യതയും പരീക്ഷിക്കപ്പെടുന്ന ഒരു സന്ദർഭമാണിത്. UAE-യും ഇറാനും തമ്മിലുള്ള ശത്രുത കേവലം അതിർത്തി തർക്കങ്ങളിലോ പ്രാദേശിക ആധിപത്യത്തിലോ ഒതുങ്ങുന്നതല്ല, മറിച്ച് ലോകത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഊർജ്ജ വിതരണ പാതയായ ഹോർമുസ് കടലിടുക്കിൻ്റെ നിയന്ത്രണത്തെയും ആഗോള രാഷ്ട്രീയത്തിലെ ചേരിതിരിവുകളെയും ഇത് നേരിട്ട് ബാധിക്കുന്നു. അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തുന്ന നീക്കങ്ങളിൽ UAE സജീവ പങ്കാളിയാണെന്ന ഇറാൻ്റെ ആരോപണങ്ങളും ലവാൻ ദ്വീപിലെ എണ്ണ ശുദ്ധീകരണശാലയ്ക്ക് നേരെയുണ്ടായ ആക്രമണങ്ങളും മേഖലയിലെ സമാധാന അന്തരീക്ഷത്തെ പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ഇത്തരം ഒരു സ്ഫോടനാത്മകമായ സാഹചര്യത്തിൽ ഇന്ത്യയെ പോലൊരു രാജ്യം കൈക്കൊള്ളുന്ന നിലപാടുകൾ ലോകം ഉറ്റുനോക്കും. പ്രധാനമന്ത്രിയുടെ ഈ സന്ദർശനം UAE-യുമായുള്ള ബന്ധം ദൃഢമാക്കുന്നതിനൊപ്പം തന്നെ ഇറാനുമായുള്ള ദീർഘകാല സൗഹൃദത്തെ ബാധിക്കാതെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന വലിയ വെല്ലുവിളിയാണ് അദ്ദേഹത്തിന് മുന്നിലുള്ളത്. ഇന്ത്യയുടെ സാമ്പത്തിക സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം ഈ സന്ദർശനം അങ്ങേയറ്റം നിർണായകമാണ്. ഇന്ത്യയുടെ ഊർജ്ജ ആവശ്യങ്ങളുടെ വലിയൊരു ഭാഗം വരുന്നത് ഗൾഫ് മേഖലയിൽ നിന്നാണ്. പ്രത്യേകിച്ച് ഇറാൻ UAE സംഘർഷം മൂലം ഹോർമുസ് കടലിടുക്ക് തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ എണ്ണ ഇറക്കുമതിയെയും അതുവഴി ആഭ്യന്തര വിപണിയിലെ വിലക്കയറ്റത്തെയും ദോഷകരമായി ബാധിക്കും. UAE സന്ദർശനത്തിലൂടെ തടസ്സമില്ലാത്ത ഇന്ധന വിതരണം ഉറപ്പാക്കാനും തന്ത്രപ്രധാനമായ എണ്ണ ശേഖരണ പദ്ധതികളിൽ കൂടുതൽ നിക്ഷേപം കൊണ്ടുവരാനും പ്രധാനമന്ത്രി ലക്ഷ്യമിടും. കൂടാതെ ലക്ഷക്കണക്കിന് ഇന്ത്യൻ പ്രവാസികൾ താമസിക്കുന്ന UAE-യിലെ അവരുടെ സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കേണ്ടത് ഒരു ഭരണാധികാരി എന്ന നിലയിൽ അദ്ദേഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമാണ്. യുദ്ധ സാഹചര്യം ഉണ്ടായാൽ പ്രവാസികളെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുവാനും അവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാനും ഈ ഉന്നതതല കൂടിക്കാഴ്ച സഹായിക്കും. തന്ത്രപരമായ സ്വയം ഭരണാധികാരം എന്ന ഇന്ത്യയുടെ വിദേശ നയം മുറുകെ പിടിച്ചുകൊണ്ട് മാത്രമേ മോദിക്ക് ഈ പ്രതിസന്ധി നേരിടാൻ സാധിക്കൂ. ഒരു വശത്ത് തന്ത്രപ്രധാന പങ്കാളിയായ UAE-യും മറുവശത്ത് ചബഹാർ തുറമുഖം പോലെയുള്ള പദ്ധതികളിലൂടെ ഇന്ത്യയുമായി സഹകരിക്കുന്ന ഇറാനും നിൽക്കുമ്പോൾ ആരുടെയും പക്ഷം പിടിക്കാതെ സമാധാനത്തിൻ്റെ വക്താവെന്ന് മാറാനാണ് ഇന്ത്യ ശ്രമിക്കുന്നത്. ദില്ലിയിൽ നടക്കുന്ന ബ്രിക്സ് സമ്മേളനത്തിനിടെ ഇറാൻ്റെ വിദേശകാര്യമന്ത്രിയുമായി ഇന്ത്യ ചർച്ചകൾ നടത്തിയതും തൊട്ടു പിന്നാലെ പ്രധാനമന്ത്രി UAE-യിലേക്ക് പോകുന്നതും ഇന്ത്യയുടെ ഈ ബാലൻസിംഗ് ആക്ടിങ്ങിൻ്റെ ഭാഗമാണ്. മേഖലയിലെ സംഘർഷം കുറയ്ക്കുവാനും ചർച്ചകളിലൂടെ പ്രശ്നപരിഹാരം കണ്ടെത്താനും ഒരു മധ്യസ്ഥൻ്റെ റോളിലേക്ക് ഉയരുവാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിനും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള പദവിക്കും സാധിക്കും. ചുരുക്കത്തിൽ UAE-യുടെ രഹസ്യ ആക്രമണങ്ങൾ സൃഷ്ടിച്ച കലുഷിതമായ അന്തരീക്ഷത്തിൽ മോദിയുടെ സന്ദർശനം ശാന്തിയുടെയും സുരക്ഷിതത്വത്തിൻ്റെയും സന്ദേശം നൽകുന്ന ഒന്നായി മാറുകയാണ്. അറേബ്യൻ കടലിൻ്റെ തീരങ്ങളിൽ യുദ്ധകാഹളം മുഴങ്ങുകയും ഗൾഫ് മേഖല ഒരു അഗ്നിപർവ്വതത്തിന് മുകളിൽ എന്ന പോലെ പുകയുകയും ചെയ്യുമ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഭാരതത്തിൻ്റെ അടുത്ത നീക്കത്തിലേക്കാണ്.
ഇറാനും UAEയും തമ്മിലുള്ള ബന്ധം ചരിത്രത്തിലെ തന്നെ ഏറ്റവും പ്രതിസന്ധിയിലൂടെ കടന്നുപോകുകയും രഹസ്യമായ സൈനിക നീക്കങ്ങൾ മേഖലയിൽ സമാധാനം തകർക്കുകയും ചെയ്തിരിക്കുന്ന ഈ വേളയിൽ ഭാരതം ആരുടെ പക്ഷം ചേരും എന്ന ചോദ്യം അന്താരാഷ്ട്ര രാഷ്ട്രീയ വിശകലന വിദഗ്ധർക്കിടയിൽ സജീവമായ ചർച്ചയെന്ന് മാറിയിരിക്കുന്നു. ഏതെങ്കിലും ഒരു പക്ഷത്തേക്ക് ചായാതെ സ്വന്തം ദേശീയ താൽപ്പര്യങ്ങളും ആഗോള സമാധാനവും മുൻനിർത്തി ഭാരതം സ്വീകരിക്കുന്ന നിലപാടുകൾ വരും ദശകങ്ങളിൽ ഏഷ്യയുടെയും മിഡിൽ ഈസ്റ്റിൻ്റെയും ചരിത്രം തിരുത്തിക്കുറിക്കുവാൻ പോകുന്നവയാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം UAEയും ഇറാനും ഒരുപോലെ പ്രധാനപ്പെട്ട സുഹൃത്ത് രാജ്യങ്ങളാണ്. എന്നാൽ ഈ രാജ്യങ്ങളുമായുള്ള ബന്ധത്തിൻ്റെ സ്വഭാവം തികച്ചും വ്യത്യസ്തവുമാണ്. UAE ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിൽ ഒന്നാണെങ്കിൽ ഇറാനാകട്ടെ ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ ഊർജ്ജ സ്രോതസ്സും മധ്യേഷ്യയിലേക്കുള്ള കവാടവുമാണ്. ഒരു യുദ്ധമുണ്ടായാൽ ഇന്ത്യ ഏതെങ്കിലും ഒരു രാജ്യത്തെ പൂർണ്ണമായി പിന്തുണയ്ക്കുന്നതിന് ആത്മഹത്യാപരമായ നിലപാടായിരിക്കും. അതുകൊണ്ട് തന്നെ ഇന്ത്യ ചരിത്രപരമായി പിന്തുടരുന്ന തന്ത്രപരമായ സ്വയംഭരണാധികാരം എന്ന വിദേശ നയത്തിനൂന്നിയുള്ള ഒരു മധ്യസ്ഥ നിലപാടായിരിക്കും ഇന്ത്യ സ്വീകരിക്കുക. ഒരു പക്ഷം പിടിക്കുന്നതിനേക്കാൾ ഉപരിയായി സംഘർഷം ലഘൂകരിക്കാനും ചർച്ചകളിലൂടെ സമാധാനം പുനഃസ്ഥാപിക്കാൻ ശ്രമിക്കുന്ന ഒരു വിശ്വഗുരുവിൻ്റെ പദവിയായിരിക്കും ഇന്ത്യ ഇവിടെ അലങ്കരിക്കുക. സാമ്പത്തികവും മാനുഷികവുമായ കാരണങ്ങൾ ഇന്ത്യയെ നിഷ്പക്ഷത പാലിക്കാൻ പ്രേരിപ്പിക്കുന്ന പ്രധാന ഘടകങ്ങളാണ്. UAEയിൽ ജോലി ചെയ്യുന്ന ഏകദേശം 35 ലക്ഷത്തോളം വരുന്ന ഇന്ത്യൻ പ്രവാസികളുടെ സുരക്ഷയാണ് ഭാരത സർക്കാരിൻ്റെ പ്രഥമ പരിഗണന. ഒരു യുദ്ധത്തിലേക്ക് ഇന്ത്യ ഏതെങ്കിലും തരത്തിൽ ഭാഗഭാക്കായാൽ അത് അവിടെയുള്ള ഇന്ത്യക്കാരുടെ ജീവിതത്തെയും അവരുടെ തൊഴിൽ സുരക്ഷിതത്വത്തെയും ബാധിക്കും. അതുപോലെ തന്നെ ഇറാനിലെ ചബഹാർ തുറമുഖം വഴി അഫ്ഗാനിസ്ഥാനിലേക്കും യൂറോപ്പിലേക്കും ഇന്ത്യ വിഭാവനം ചെയ്യുന്ന വ്യാപാര പാത തടസ്സപ്പെടുന്നത് ഇന്ത്യയുടെ സാമ്പത്തിക താൽപ്പര്യങ്ങൾക്ക് വലിയ തിരിച്ചടിയാകും. അതിനാൽ ഒരു രാജ്യത്തെയും പിണക്കാതെ ഇരുവർക്കും ഇടയിലുള്ള ഒരു പാലമായി പ്രവർത്തിക്കാനായിരിക്കും ഇന്ത്യൻ നേതൃത്വജ്ഞർ പ്രവർത്തിക്കുക. സൈനികമായ ഇടപെടലുകളേക്കാൾ ഉപരിയായി നയതന്ത്ര ചർച്ചകൾക്കാണ് ഇന്ത്യ മുൻഗണന നൽകുന്നത്. അമേരിക്കയുമായും ഇസ്രയേലുമായും അടുത്ത ബന്ധം പുലർത്തുന്ന UAEയെ പിന്തുണയ്ക്കുന്നത് ഇറാനെ പ്രകോപിക്കുമെന്നും അത് പാകിസ്ഥാനുമായി ചേർന്നുള്ള പുതിയൊരു അച്ചുതണ്ടിനെ ഇറാനെ പ്രേരിപ്പിക്കുമെന്നും ഇന്ത്യ കണക്കുകൂട്ടുന്നു. നേരെ മറിച്ച് ഇറാനെ പരസ്യമായി പിന്തുണയ്ക്കുന്നത് പാശ്ചാത്യ രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്തും. ഈ ഒരു ധർമ്മസങ്കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഐക്യരാഷ്ട്രസഭ ഉൾപ്പെടെയുള്ള അന്താരാഷ്ട്ര വേദികളിൽ വെടിനിർത്തലിനും സമാധാനത്തിനും വേണ്ടി വാദിക്കുന്ന ഒരു നിഷ്പക്ഷ രാഷ്ട്രമായി ഇന്ത്യ നിലകൊള്ളും. ഊർജ്ജ സുരക്ഷയും പ്രവാസി ക്ഷേമവുമാണ് ഇന്ത്യയുടെ വിദേശ നയത്തിൻ്റെ ആണിക്കല്ലുകൾ എന്നതിനാൽ യുദ്ധം ഒഴിവാക്കുക എന്നതാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ പക്ഷം. ചുരുക്കത്തിൽ UAEയും ഇറാനും തമ്മിലുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യ ഒരിക്കലും ഒരു പക്ഷം ചേരില്ല. മറിച്ച് ഇരു രാജ്യങ്ങളുമായും ഒരേ സമയം സംഭാഷണം നടത്താൻ ശേഷിയുള്ള ലോകത്തിലെ അപൂർവം രാജ്യങ്ങളിൽ ഒന്നായി എന്ന നിലയിൽ ഒരു സമാധാന ചർച്ചാ കേന്ദ്രമായി മാറാനായിരിക്കും ഇന്ത്യയുടെ ശ്രമം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ ബന്ധങ്ങളും ഇന്ത്യയുടെ വർദ്ധിച്ചു വരുന്ന ആഗോള സ്വാധീനവും ഉപയോഗപ്പെടുത്തി മധ്യപൂർവേഷ്യയിലെ ഈ വൻ പ്രതിസന്ധി പരിഹരിക്കാനുള്ള ഒരു ശാന്തി ദൂതനായി ഇന്ത്യ ഉയർന്നു നിൽക്കും. ഏതെങ്കിലും ഒരു രാജ്യത്തിൻ്റെ പക്ഷം ചേരുന്നതിനേക്കാൾ ലോകത്തിൻ്റെ തന്നെ സുസ്ഥിരതയ്ക്ക് വേണ്ടി സമാധാനത്തിൻ്റെ പക്ഷത്ത് നിൽക്കുക എന്നതായിരിക്കും ഇന്ത്യയുടെ ഏറ്റവും വലിയ നയതന്ത്ര വിജയം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകളുമായി ദേശീയതയുടെയും സമാജത്തിൻ്റെയും ശാക്തീകരണത്തിനു വേണ്ടി തത്വമയിയുടെ ജൈത്രയാത്ര തുടരുകയാണ്. യൂട്യൂബിൽ മാത്രം തത്വമയിക്ക് 10 ലക്ഷം സബ്സ്ക്രൈബേഴ്സിലേക്ക് എത്താൻ ഏതാനും ചുവടുകൾ മാത്രമാണ് ബാക്കി. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും തത്വമയിയുടെ നിറസാന്നിധ്യം തുടരുകയാണ്. ഈ അവസരത്തിൽ ഞങ്ങൾക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന ഞങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആണെങ്കിലും ഞങ്ങളുടെ വരിക്കാരാകുക, ഞങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് തത്വമയിയുടെ ഈ സന്ദേശം പ്രചരിപ്പിക്കുക. ഞങ്ങളോടൊപ്പം നിൽക്കൂ, രാഷ്ട്രത്തോടൊപ്പം നിൽക്കൂ, ദേശീയതയ്ക്കൊപ്പം സഞ്ചരിക്കൂ.